ക്രൂഡ് ഓയിലിൻ്റെ വിലക്കനുസരിച്ച് നമുക്കിവിടെ പ്രത്യേകിച്ചൊരു ഗുണമില്ല. ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുന്നുണ്ട്. സോ അതിനനുസരിച്ച് ഇവിടെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില കുറയണം. റഷ്യൻ ഓയിലിന് പരമാവധി ഈ രാജ്യങ്ങളെല്ലാം ബാൻ ചെയ്തിട്ടുണ്ട്. ഫിറ്റ് ഇതിൽ കിട്ടുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഒട്ടും ഗുണമില്ല. അപ്പോൾ അത് ആരാ ബെനിഫിറ്റ് കൊണ്ടുപോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ OMCs ഇവരാണ് ഈ ഒരു പ്രോഫിറ്റെല്ലാം കൊണ്ടുപോകുന്നത്. ഇതിന് മെയിൻ കാരണം 2010 കാണുന്ന ഡീസെൻട്രലൈസേഷനൊക്കെയാണ്. കിട്ടുന്നതിൻ്റെ ഗുണം കിട്ടുന്നില്ല. പക്ഷേ അതിൻ്റെ ദോഷമുണ്ട്. ദോഷം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റേ സിഗരറ്റിൻ്റെ പുറത്ത് സ്മോക്കിംഗ് കിൽസ് എന്ന് എഴുതിയപ്പോൾ സ്മോക്കിംഗ് കിൽസ് എന്നുണ്ടാവില്ലേ, അതേമാതിരിയാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ക്രൂഡ് ഓയിലിൻ്റെ വില, ക്രൂഡ് ഓയിൽ മീൻസ് നമ്മുടെ പെട്രോൾ, ഡീസൽ, ഇതിൻ്റെയൊക്കെ വിലേനെക്കുറിച്ചും അതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ഒക്കെയാണ് ഞാൻ പറഞ്ഞത്. സോ അത് കഴിഞ്ഞതിന് ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ട്രംപിൻ്റെ വക ഒരു സ്നേഹ സമ്മാനം പോലെ ഒരു 50% താരിഫ് വന്നു ഇന്ത്യക്ക്. സോ അത് വരാൻ ഒരു കാരണം, ഇതിലൊരു 25% താരിഫ് എക്സ്ട്രാ വരാൻ കാരണം നമ്മൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ കാരണം. സാധാരണ ക്രൂഡ് ഓയിലല്ല റഷ്യൻ ക്രൂഡ് ഓയിൽ. അത് $20, $30 ബാരലിന് കുറവ് റേറ്റിലാണ് കിട്ടുന്നത്. സോ അതിന് മെയിൻ കാരണം ഈ റഷ്യ-യുക്രൈൻ വാറുണ്ടല്ലോ, അതായിരുന്നു കാരണം. ഇപ്പോൾ ആ ഒരു ഡിസ്കൗണ്ട് റേറ്റ് കുറഞ്ഞു. ആ ഒരു സമയത്ത് ഏറ്റവും പീക്ക് ടൈമിൽ ഒരു $20 ബാരലിന് കുറവ് റേറ്റിലാണ് കിട്ടിയത്. ഇപ്പോൾ അതൊരു $10 ആയി ചുരുങ്ങിയിട്ടുണ്ട്, 10, 8 ആ ഒരു റേറ്റിലാണ്. എന്നാലും അതൊരു വലിയ സംഖ്യയാണ്. സോ ഇപ്പോൾ ഇതിൻ്റെ ഒരു സാഹചര്യം മാറാൻ കാരണം റഷ്യയല്ല, അതിൽ ട്രംപ് കയറി കളിച്ചു, US കയറി കളിച്ചു. കാരണം അതിലൊരു 25% താരിഫ് റഷ്യ എന്ന് നമ്മൾ ഈ ഒരു റഷ്യൻ ഓയിൽ ഇറക്കുമതി ചെയ്ത് അപ്പോൾ ഒരു 25% താരിഫ് US കയറ്റുമതി ചെയ്യുമ്പോൾ 25% താരിഫ് എക്സ്ട്രാ വരും. ഞാൻ അതിനെക്കുറിച്ച് പറയാമെന്നുള്ളതല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ശരിക്കും ഈ റഷ്യൻ ഓയിലിൽ നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വിലക്കനുസരിച്ച് നമുക്കിവിടെ പ്രത്യേകിച്ചൊരു ഗുണമില്ല. ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുന്നുണ്ട്. സോ അതിനനുസരിച്ച് ഇവിടെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില കുറയണം. പക്ഷെ ഒരു കുറവുമില്ല. അതുമാത്രമല്ല, അത് ഈ റഷ്യൻ ഓയിൽ വാങ്ങുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റഷ്യൻ ഓയിലിന് പരമാവധി ഈ രാജ്യങ്ങളെല്ലാം ബാൻ ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ ആയിക്കോട്ടെ, US ആയിക്കോട്ടെ, ഓസ്ട്രേലിയയൊക്കെ പരമാവധി ഉപയോഗിക്കുന്നില്ല റഷ്യൻ ഓയിൽ. കാരണം റഷ്യ-യുക്രൈൻ വാർ കാരണം. ഇപ്പം ഇന്ത്യയും ചൈനയൊന്നും അങ്ങനെയല്ല. എന്ത് ചെയ്യും, ഈ റഷ്യൻ ഓയിൽ പരമാവധി ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇന്ത്യനെ മൊത്തം ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടിൻ്റെ 38% റഷ്യൻ ഓയിലാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് താഴെയുണ്ട്. പക്ഷെ ഇവിടെ ഒരു മാറ്റവും ഈ ഒരു പെട്രോൾ ഡീസൽ വിലയിലൊന്നും. അതേപോലെ തന്നെ ഈ ഒരു റഷ്യൻ ഓയിൽ ഒരു $10 കുറവ് ബാരലിന് കിട്ടുന്നുമുണ്ട്. ആ ഒരു ഡിസ്കൗണ്ട് റേറ്റ് കിട്ടുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഇതിൽ കിട്ടുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഒട്ടും ഗുണമില്ല. അപ്പോൾ അത് ആരാ ബെനിഫിറ്റ് കൊണ്ടുപോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ OMCs. അപ്പോൾ ഭാരത് പെട്രോളിയം, അതേമാതിരി ഹിന്ദുസ്ഥാൻ പെട്രോളിയം, IOC, ഇവരാണ് ഈ ഒരു പ്രോഫിറ്റെല്ലാം കൊണ്ടുപോകണത്. സോ ജനങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ഗുണമൊന്നുമില്ല. ഇതിന് മെയിൻ കാരണം 2010 കാണുന്ന ഡീസെൻട്രലൈസേഷനൊക്കെയാണ്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ പറയുന്നുണ്ട്. സോ പക്ഷേ നമുക്കതിൻ്റെ ഗുണം കിട്ടണില്ല. ക്രൂഡ് ഓയിലിൻ്റെ ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടുന്നതിൻ്റെ ഗുണം കിട്ടണില്ല. പക്ഷേ അതിൻ്റെ ദോഷമുണ്ട്. ദോഷം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ താരിഫാണ് അതിൻ്റെ ഏറ്റവും വലിയ ദോഷം. ഈ ട്രംപ് ഇംപ്ലിമെൻ്റ് ചെയ്ത, ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ച ഈ താരിഫാണ് ഏറ്റവും വലിയ പ്രശ്നം. അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അഗ്രികൾച്ചർ ഫീൽഡിന്, ഇലക്ട്രോണിക് ഫീൽഡിന്, ഓട്ടോമൊബൈൽ സെക്ടറിന്, അങ്ങനെ എല്ലാ ഫീൽഡിനും, ഇങ്ങനത്തെ എക്സ്പോർട്ട് ചെയ്യുന്ന ഈ ഫീൽഡുകളെല്ലാം ബാധിക്കും. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ക്ലോത്തിങ് ഇല്ല, ഫാഷൻ ക്ലോത്തിങ്, നമ്മളിവിടുന്ന് കയറ്റുമതി ചെയ്യുന്ന ക്ലോത്തിങ് US അത്യാവശ്യം നല്ല ആവശ്യക്കാരുണ്ട്. സോ നമ്മളിവിടെ ഒരു 80% ചെറിയ കമ്പനികളാണ്, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു മിഡ് ലെവൽ കമ്പനികളാണ് ഒരു 20% എക്സ്പോർട്ട് ചെയ്യണം US. സോ ഈ 80% കമ്പനികൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാതാവും. കാരണം അവിടെ നമ്മുടെ ക്ലോത്തിങ്ങിന് അത്യാവശ്യം പൈസ കൂടില്ലേ, 50% കൂടുകയെന്ന് പറഞ്ഞാൽ നല്ലൊരു സംഖ്യ കൂടി. 50% നമ്മുടെ ക്ലോത്തിങ്ങിന് വില കൂടില്ലേ അവിടെ. അപ്പോൾ അവർ അൾട്ടർനേറ്റീവ് ഫീൽഡ് നോക്കും. ഇപ്പോൾ ഇന്തോനേഷ്യ എടുക്കാം, ചൈന എടുക്കാം, വിയറ്റ്നാമിൽ നിന്നൊക്കെ അങ്ങ് എന്ത് ചെയ്യും, ക്ലോത്തിങ് ഇറക്കുമതി ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള ഈ കമ്പനികൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാതാവും. ഈ ചെറിയ കമ്പനികൾക്ക്, പ്രത്യേകിച്ച് ചെറിയ കമ്പനികൾക്ക്, വലിയ കമ്പനികൾക്ക് തൽക്കാലം പിടിച്ചിരിക്കാമെന്ന് മാത്രം.
സോ അവരും അടുത്ത രാജ്യങ്ങൾ നോക്കി പോകേണ്ടി വരും. പക്ഷേ ഈ ചെറിയ കമ്പനികൾക്ക് എത്ര കണ്ട് അത് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മുടെ മൊത്തത്തിൽ ബാധിക്കും. അവിടെയുള്ള ഈ തൊഴിലാളികൾ സാധാരണ ഫാമിലിയിൽ നിന്നുള്ള സാധാരണ ചിലപ്പോൾ സ്ത്രീകളൊക്കെ ആയിരിക്കും. അവർ ഈ 10,000, 15,000, 20,000 റേഞ്ചിൽ അല്ലെങ്കിൽ ഡെയിലി വേജിൽ വരുന്നവരാവും. അപ്പോൾ അവരാദ്യം ബാധിക്കും. അവരെ ജോലി പോവും. ഈ ചെറിയ കമ്പനികൾ പൂട്ടിപ്പോവും. വലിയ കമ്പനികൾ തൽക്കാലം അവിടെ ടെമ്പററിലി ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. അവിടെ ജോലി ചെയ്യണവരെയും ബാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. സോ നാളെ അവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ട് വരും. ഈ OMC കമ്പനികൾ ലാഭം മൊത്തം അവർ കൊണ്ടുപോകും. സോ അതിൻ്റെ നഷ്ടഭാരം മൊത്തം സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ അത് സഹിക്കണം എന്ന് പറയണമെങ്കിൽ ലോജിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് മാത്രമല്ല, ഈ അടുത്ത് നമ്മുടെ പ്രധാനമന്ത്രി August 15 പറഞ്ഞു, നമ്മൾ ഈ താരിഫിനെ കുറിച്ച് പറഞ്ഞ് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, നമുക്ക് നല്ല പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അതേമാതിരി ചിലവ് കുറയ്ക്കുക. സോ അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഒരാളെ കയ്യും കാലും തല്ലി പിടിച്ചിട്ട് ഓടാൻ പറയും പോലെ ഇരിക്കും. കാരണം ഈ നമ്മളിപ്പോൾ ക്വാളിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റോ മെറ്റീരിയലിനുള്ള ചിലവില്ലേ, എംപ്ലോയീസിനുള്ള ചിലവില്ലേ, ഒരു ഫാം വർക്ക് ചെയ്യണമെങ്കിൽ ചിലവ്, അതിൻ്റെ മെഷീനറീസ് എല്ലാം ഇൻ്റർ കണക്റ്റ് അല്ലേ. സോ അവിടെ എല്ലാം ബാധിക്കില്ലേ. സോ നമുക്ക് ചിലവ് ചുരുക്കൽ അവിടെ നിൽക്കട്ടെ, പ്രൊഡക്ടിവിറ്റി കൂട്ടണ്ടേ അല്ലെങ്കിൽ ക്വാളിറ്റി കൂട്ടണ്ടേ, അതിന് അതിൻ്റേതായ ചിലവുകൾ വരും. ക്വാളിറ്റി വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതിനനുസരിച്ചുള്ള ചിലവുണ്ടാവും. കുറച്ച് 3-4 വഴികളുള്ളൂ. ഒന്നെങ്കിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ട്രംപിന് വെളിവ് വരിക, മൂന്നാമത് റഷ്യ-ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ട്രംപും റഷ്യൻ്റെ പ്രസിഡൻറ്റ് പുട്ടിനും തമ്മിലൊരു കോൺട്രാക്റ്റിലെത്തുക. അങ്ങനെയുള്ള സാധ്യതകളുള്ളൂ. അപ്പോൾ കോൺട്രാക്റ്റിലെത്തുന്ന കാര്യം ഡൗട്ടാണ്, കാരണം അത് പാളിപ്പോയി. റഷ്യ-ഉക്രൈൻ വാർ നിർത്തിപ്പോവുക എന്നുള്ള സാധ്യതയും ഈ ഒരു അടുത്ത കാലത്ത് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അടുത്ത് ട്രംപിന് വെളിവ് വരണം, അത് സംശയമാണ്. അടുത്തത് നമ്മൾ ഇന്ത്യ എന്ത് ചെയ്യണം, റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാതിരിക്കേണ്ടി വരും. സോ അതിനാവും കൂടുതൽ സാധ്യത, അങ്ങനെ ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് അവിടെ US-നെ ഒഴിവാക്കാൻ പറ്റില്ല, റഷ്യനെ ഒഴിവാക്കാൻ പറ്റില്ല, അങ്ങനെ കുറേ കുഴപ്പങ്ങളുണ്ട്. ഇത് മാത്രമൊന്നുമല്ല, നമ്മളിപ്പോൾ പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത്, പെട്രോൾ ബങ്കിൻ്റെ പുറത്ത് ഇങ്ങനെ ഉണ്ടാവും E20 എന്നുണ്ടാവും. ശരിക്കും അത് മറ്റേ സിഗരറ്റിൻ്റെ പുറത്ത് സ്മോക്കിംഗ് കിൽസ് എന്ന് എഴുതിപ്പോൾ സ്മോക്കിംഗ് കിൽസ് എന്നുണ്ടാവില്ലേ, അതേമാതിരിയാണ്. നിങ്ങളുടെ വണ്ടിയിൽ ഈ പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ പഴയ വണ്ടികളിലൊക്കെ 2015 മുമ്പൊക്കെ ഉള്ള ബൈക്കിലോ കാറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈലേജിനെ ബാധിക്കേണ്ടത്. ഞാൻ അതൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ പറയുന്നുണ്ട്. സോ ആവശ്യമുള്ളവർക്ക് അത് കാണാം. സോ ഇങ്ങനെയെല്ലാം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് ഒരു ഗവൺമെൻറ്. സോ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് പെട്രോൾ ഡീസൽ പ്രൈസിങ്ങിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അത് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ്. കാരണം ഇത്രയും വലിയ ടാക്സ് അതിൽ നിന്ന് പിരിക്കുന്നുണ്ട്, ഈ ഡിസ്കൗണ്ട് റേറ്റ് കിട്ടുന്നുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ വില താഴ്ന്നു നിൽക്കുന്ന അവസ്ഥയിൽ പോലും അതിൻ്റെ ഒരു 10 പൈസേൻ്റെ ഗുണം ഇവിടെയുള്ള ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, ഇത്രയും വലിയ ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടിയിട്ടും അതിൻ്റെയും ബെനിഫിറ്റ് ഇല്ല. ഇനിയിപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. ചെയ്യേണ്ട ആൾക്കാർ അത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.